ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പോലും അസംഭവ്യമായിട്ട് തോന്നിയ ആ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ കളഞ്ഞു. ഇപ്പോൾ ആ ഒരു തളർച്ചയെ മാറ്റാൻ വേണ്ടി ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ദുഃഖം നിങ്ങളെ തകർത്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിൽ ഒരു മിറാക്കിൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു മിറാക്കിൾ അസംഭവ്യമായിട്ട് തോന്നും. അതായത് നിങ്ങൾക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഈ ഒരു ലൈഫിൽ ഇങ്ങനൊരു മിറാക്കിൾ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതായത് ഒരു വ്യക്തി ആഴത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പിടിവള്ളി പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ല രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ്. ദൂരത്തിൽ പോലും ഒരാൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരുന്നില്ല. പിന്നെയാണ് ഒരു മിറാക്കിൾ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി അനുഭവിച്ച ആ ഒരു പ്രോബ്ലം കാരണം അവർ ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. എനിക്കിനി വയ്യ, ഞാനിനി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പരാജയപ്പെട്ടു, എനിക്ക് ഒരു മിറാക്കിളും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ്, തലകുനിച്ചിരിക്കുകയാണ്. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര പ്രാവശ്യം നിങ്ങൾ ആ ഒരു സാഹചര്യങ്ങളോട് പോരാടി. ഇനി നിങ്ങൾക്ക് ശക്തിയില്ല. അത് നിങ്ങളുടെ മുന്നിൽ ഒരു മതിൽ, ആ മതിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ദൂരെ നിന്ന് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നായിട്ട് ഒന്നും കാണുന്നില്ല. ഒരു മതിൽ, ആ ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ, ഒരു വഴിയും കാണാത്ത അവസ്ഥ. ഈ ഒരു സാഹചര്യങ്ങളെ ഫൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സംഘർഷം മാത്രമാണ് ലഭിക്കുന്നത് തിരിച്ച്, അല്ലാതെ സന്തോഷം ലഭിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടല്ല, അതായത് എവിടെയാണോ മിറാക്കിൾ സംഭവിക്കാൻ പോകുന്ന അങ്ങോട്ടല്ല നിങ്ങളുടെ ശ്രദ്ധ. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, മാം പറയുന്നു മിറാക്കിൾ സംഭവിക്കുന്നു, പക്ഷേ എനിക്കൊരു മിറാക്കിളും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു കമൻറ്റ് കുറേ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും മിറാക്കിൾ സംഭവിക്കും. ഇവിടെ ഓരോരുത്തർക്കും സമയം വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ സമയമായിരിക്കത്തില്ല മറ്റൊരാളുടെ സമയം. സ്ഥിതികളും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ സ്ഥിതി ആയിരിക്കത്തില്ല മറ്റൊരാളുടെ സ്ഥിതി. ഇവിടെ ഒന്നുകിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസിന് ശ്രമിക്കും, അല്ല എങ്കിൽ ഈ സാഹചര്യം ഇങ്ങനെ നേരിട്ട് കൊണ്ടേയിരിക്കും നിങ്ങൾ. അങ്ങനെ ഒരു അവസ്ഥ. പക്ഷേ ഇവിടെ റീഡിങ്ങിൽ പറയുന്നത് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ്. ഇവിടെ മിറാക്കിളിൻ്റെ ആ ഒരു ആധാരത്തിലായിരിക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾ തളർന്നിരിക്കുകയാണ്, പക്ഷേ ഈശ്വരൻ ഒരിക്കലും തളർന്നിട്ടില്ല, തകർന്നിട്ടുമില്ല. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു മിറാക്കിൾ ഉറപ്പായിട്ടും കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൽ. അദ്ദേഹം നിങ്ങളുടെ എല്ലാ പ്രോബ്ലങ്ങളും അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങളപ്പോൾ ശാന്തമായിട്ടിരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. കൂടാതെ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഭക്തി ആരിലാണോ അവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നിങ്ങളിപ്പോൾ സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. സത്യത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ കുറച്ചൊന്ന് നമ്മൾ ധൈര്യമായിട്ട് പേഴ്സൺസായിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ച് താമസിച്ചായാലും സത്യം വിജയിക്കുക തന്നെ ചെയ്യും, അത് നിങ്ങൾ വിശ്വസിക്കുക. കൂടാതെ നമ്മുടെ ആ ഒരു ഭക്തി ആരോടാണോ ഉള്ളത് ആ ഒരു ദൈവത്തിൽ വിശ്വാസം വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒരു സമയം കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങളുടെ ഫേവറായിട്ട് തന്നെയായിരിക്കും ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഇത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തകർന്നു പോവരുത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്താണ് പറയുന്നത്? ഞാൻ തകർന്നു പോയി, ഇനി എനിക്കൊരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല, എല്ലാം അടഞ്ഞ അവസ്ഥയാണ്, വാതിലുകളെല്ലാം, അങ്ങനെയാണോ പറയുന്നത്? അതോ എൻ്റെ മുന്നിൽ അടഞ്ഞ വഴികളെല്ലാം തുറക്കും, എൻ്റെ ജീവിതം ഇനിയും മുന്നോട്ട് ഞാൻ ജീവിക്കാനുണ്ട് എന്നാണോ പറയുന്നത്? ഇനി നിങ്ങളുടെ മുന്നിൽ അങ്ങനെയുള്ള വീഡിയോസ് വരും. അതായത് ഒരു വ്യക്തി തോറ്റുപോയി, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വ്യക്തി വിജയിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഇനി വരും. അതായത് നിങ്ങളിപ്പോൾ തോറ്റ അവസ്ഥയിലാണുള്ളത്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിജയിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ല എങ്കിൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഈശ്വരൻ വിശ്വസിക്കുക. അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ വീഡിയോയോ അല്ലെങ്കിൽ ഇമേജ് ത്രൂവോ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ട്രസ്റ്റ്, ബിലീവ് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ന്യായം ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. ഇവിടെ ആരും പറയുന്ന കേട്ടില്ല, നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത്, അതായത് ഇത്രമാത്രം നെഗറ്റിവിറ്റിയിലും നിങ്ങളുടെ ഹൃദയം പറയുകയാണ് എൻ്റെ എല്ലാ പ്രോബ്ലംസും അവസാനിക്കും, ഒരു മിറാക്കിൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നെങ്കിൽ ആ ഹൃദയം പറയുന്നത് കേൾക്കുക നിങ്ങൾ. ഇവിടെ ഒരു പെർസെൻറ്റേജ് എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ ആ ഒരു പ്രതീക്ഷയും പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.
ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിൻ്റെ അടുത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങളത് കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നുമില്ല. ഏഞ്ചൽസ് നമ്പേഴ്സ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അത് ചുമ്മാ കാണിച്ചു തരുന്നില്ല. നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവാൻ പോവുകയാണ് എന്ന് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണിച്ചു തരുന്നത് ഈ ഒരു അവസ്ഥയിൽ. ഇവിടെ ഏഞ്ചൽ നമ്പർ ഒരു വ്യക്തി കാണുന്നത് ഒന്നുകിൽ നമ്മളെ ഒന്ന് ശ്രദ്ധാലുവാക്കാൻ, അതായത് മുന്നോട്ടുള്ള സമയത്തിനെക്കുറിച്ച് ശ്രദ്ധാലുവാക്കാനും, ഇല്ല എങ്കിൽ മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനുമാണ്. അതായത് നമ്മുടെ ലൈഫിൽ എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാവാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയാണ് ദൈവം ഈ ഒരു ഏഞ്ചൽസ് നമ്പേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്. സമയം പോകുന്നതനുസരിച്ച് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അൺഫോൾഡ് ആവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൺട്രോളിലല്ല, പക്ഷേ ഏഞ്ചൽസിൻ്റെയും യൂണിവേഴ്സിൻ്റെയും കൺട്രോളിലാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ സ്വന്തം ആളായി കണ്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകൂ. ഇവിടെ നിങ്ങൾ ഈ ഞാൻ പറയുന്നതെന്ന് ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. ഒരു മിറാക്കിൾ എൻ്റെ ലൈഫിൽ സംഭവിക്കത്തില്ല, അത്രമാത്രം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു വിഷമം നിറഞ്ഞ വാക്കുകൾ ദൈവം കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാം നിങ്ങൾ എന്തുമാത്രം വിഷമങ്ങളാണ് അനുഭവിച്ചതെന്ന്. അതുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ ആ ഒരു വിഷമം കാണാതെ പോവത്തില്ല. ഇവിടെ ഒരുമിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ദൈവമേ ഇതെന്താ ഇങ്ങനെ, ഒരു പ്രശ്നം അവസാനിക്കുന്ന മുമ്പേ അടുത്ത പ്രശ്നം വരുന്നു, ഒരുമിച്ച് എല്ലാം കൂടെ എന്നെ തകർത്ത് കളയുന്നല്ലോ എന്ന്. കാരണം അത് ടവർ മൂവ്മെൻറ്റ് പോലെ തന്നെയാണ് നിങ്ങൾ ഫേസ് ചെയ്ത ആ പ്രശ്നങ്ങളെല്ലാം. അതായത് ഒരു വ്യക്തിയെ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പീസായ അവസ്ഥയാണ്. അതായത് അത്രമാത്രം തകർന്നിരിക്കുകയാണ് അവർ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അത്രമാത്രം തകർന്നിരിക്കുകയാണ്. നേരിട്ട് കാണുമ്പോൾ ആ ഒരു വ്യക്തി സന്തോഷമായിട്ട് ചിരിച്ച്, ഉള്ളിൽ എന്തുമാത്രം നീറ്റലുണ്ടെന്ന് നമുക്കേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ വയ്യ, ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അന്യായം സഹിക്കേണ്ടതായിട്ട് വരത്തില്ല. കാരണം ആ ഒരു ചാപ്റ്റർ അവസാനിച്ചു. ഇവിടെ ഒരു തെറ്റും ചെയ്യാതെ തന്നെ പല നിർദോഷരായ ആൾക്കാർക്ക് പല മോശകർമ്മവും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു അന്യായം സഹിക്കേണ്ടി വരത്തില്ല. ഇനി ജഡ്ജ്മെൻ്റാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫേവറായിട്ട് ജഡ്ജ്മെൻറ്റ്, ന്യായം ഉണ്ടാവാൻ പോവുകയാണ്. ഇനി നിങ്ങൾ അന്യായം അനുഭവിക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞു. ഇനി ന്യായമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്വയം അങ്ങനെ ഒരു ഫീൽ ആകുന്നുണ്ട്. അതായത് എൻ്റെ ഊർജ്ജമാണിത്, എനിക്കാണ് ഇങ്ങനെ തോന്നുന്നത്, എൻ്റെ ഇൻറ്റ്യൂഷൻ പറയുന്നു എന്നോട് എൻ്റെ ലൈഫിലെല്ലാം നേരെയാൻ പോകുന്നു, മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു ഉണ്ട് എങ്കിൽ ഇത് നിങ്ങളുടെ ഊർജ്ജം തന്നെയാണ്. ഇവിടെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് തകർന്ന് ഇരിക്കുമ്പോഴായിരിക്കും ഒരു വ്യക്തിക്ക് ഒരു കൈത്താങ് എന്ന പോലെ ഒരു ന്യായം അവർക്ക് ഫേവറായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. കാരണം അത്രമാത്രം തകർന്ന അവസ്ഥയിൽ ഒരു പെട്ടെന്ന് ഒരു കൈത്താങ് ഒരിടത്തുനിന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു സന്തോഷമാണ്. അതേപോലെ നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ഒരു കൈത്താങ്, ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകും, ഒരു ന്യായം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഫിനാൻഷ്യൽ മാറ്റർ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട്, കരിയർ റിലേറ്റഡ് ആയിട്ട് എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, നിങ്ങൾ വിചാരിക്കും അത് വലിയ ഒരു പ്രശ്നമാണ്, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ തകർന്നു പോയി, ഒരു അടി പോലും എനിക്ക് വയ്ക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു മിറാക്കിൾ സംഭവിച്ച് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ 369 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ലൈഫിൽ മേജർ ചേഞ്ചസ് ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒരു ചേഞ്ചസ് ഉണ്ടാകും. ഇവിടെ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആ ഒരു ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യുക നിങ്ങൾ. എനിക്കറിയാം നിങ്ങളുടെ ആ ഒരു സാഹചര്യങ്ങളും എല്ലാം കൂടെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും ദേഷ്യം വരുന്നത് നിങ്ങൾക്ക്. ഇനി കുറച്ചൊന്ന് ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേതെങ്കിൽ ആ ഒരു ചിലവാക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യുക. ആവശ്യമില്ലാതെ പൈസ ചിലവഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് എവിടെയാണോ ക്യാഷ് ആവശ്യമില്ലാതെ ചിലവാക്കാതിരിക്കേണ്ടത് അവിടെ നിങ്ങൾ ക്യാഷ് ചിലവാക്കുന്നു. കൂടുതലായിട്ട് വെള്ളം ധാരാളം കുടിക്കാൻ ശ്രമിക്കുക നിങ്ങൾ.
അതായത് മനസ്സൊന്ന് ശാന്തമായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളം ധാരാളം കുടിക്കാൻ പറഞ്ഞത് നിങ്ങളോട്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴാണോ വാച്ചിൽ 10 ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നത്, അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കൊള്ളുക നിങ്ങളുടെ എന്തോ വലിയ ഒരു പ്രശ്നം അവസാനിക്കാൻ പോകുകയാണ് എന്ന്. ആദ്യം നിങ്ങൾക്ക് 3333യുടെ എനർജി ആയിരിക്കും കാണാൻ സാധിക്കുക. അതിനുശേഷം 10 ആ ഒരു എനർജി കാണാൻ സാധിക്കും. അപ്പോൾ 333 എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിലൊരു ടവർ മൂവ്മെൻറ്റ്, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒന്നും എനിക്ക് ചെയ്യാൻ ബാക്കിയില്ല, എനിക്ക് ഒരു വഴിയുമില്ല, അങ്ങനെ വരുന്ന ആ ഒരു സമയത്തായിരിക്കും 10 ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്ത് പ്രശ്നം കൊണ്ടാണോ വിഷമിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നം അവസാനിക്കാൻ പോകുകയാണ്. അതാണ് 10 ആ ഒരു എനർജി. അപ്പോൾ ഇത് വാച്ചിലായിരിക്കും കാണാൻ സാധിക്കുക നിങ്ങൾക്ക്. ഇങ്ങനെ നമ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സമർപ്പിത ഭാവത്തോടെ ഇരിക്കുക. അതായത് എൻ്റെ പ്രോബ്ലംസ് എല്ലാം ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിച്ച് കഴിഞ്ഞു ദൈവമേ, ഇനി അങ്ങാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന്. അങ്ങനെ സമർപ്പിത ഭാവത്തോടെ ദൈവത്തിന് മുമ്പിൽ എല്ലാം സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നേരിട്ട് നിങ്ങൾ കാണുന്ന ആ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. കാരണം ദൈവം അതിലൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരും നിങ്ങൾക്ക്. നിങ്ങളുടെ ഹൃദയവും അത് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്കറിയാം ഓരോ വ്യക്തികളും അവരുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ അവരുടെ ആ ഒരു എനർജി അവരുടെ കൺട്രോളിലാവത്തില്ല, ഇൻബാലൻസ് ആയിരിക്കും. അവർ പറയും പോലെ അവരുടെ ആ ഒരു എനർജി കേൾക്കത്തില്ല. പക്ഷെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്കറിയാം നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു പേടി കൂടുതലായിട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ പ്രശ്നങ്ങളുടെ ആലോചിച്ച്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു രീതി, അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർ നിങ്ങളെ പ്രശംസിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആൾക്കാരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാകുമെന്ന്. ചില ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട്, ആൾക്കാർ ഇപ്പോഴും എന്നെക്കുറിച്ച് മോശമായിട്ട് പറയുന്നു, എൻ്റെ ഇമേജ് മോശമാകുന്ന രീതിയിലാണ് അവർ പറയുന്നത്, അതിന് ഒരു പരിഹാരം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്ന ഓരോരുത്തരുടെയും സമയം വ്യത്യസ്തമാണ്. അപ്പോൾ ആ ഒരു സമയം ആവുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ അനുഭവിച്ച പോലെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള വേറെ ഒരു വ്യക്തി അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ അവിടെ ലൈഫിൽ ഇപ്പോൾ നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ടാകും. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരും. ഓരോരുത്തർക്കും സമയം വ്യത്യസ്തമാണ്. ആ ഒരു സമയം ആവുന്നവരെ നമ്മൾ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. അവിടെ നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾ കണ്ടു ഒരു നിർദോഷിയായിട്ടുള്ള വ്യക്തിക്ക് അന്യായം ഉണ്ടാവുന്നത്. പക്ഷെ ആ ഒരു അന്യായം സഹിച്ചതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരു മിറാക്കിൾ പോലെ ജഡ്ജ്മെൻ്റ് ഉണ്ടായി, ന്യായമുണ്ടായി, അവരുടെ ലൈഫ് മാറി. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ഒരു ന്യായം ഉറപ്പായിട്ട് ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുക. ഇത് കമൻറ്റിൽ ചില ആൾക്കാർക്ക് ലൈഫിൽ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ സമയമെന്ന് പറയുന്ന ഒന്ന് ചിലപ്പോൾ മുന്നോട്ടും ഒന്ന് പിറകിലോട്ടും ആവാം. ഓരോരുത്തരുടെ കർമ്മ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ നിർദോഷിയായിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ കൂടെ അനീതി മറ്റുള്ളവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഊർജം നിങ്ങളുടേതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് നിന്ദിക്കുന്നവർ നാളെ നിങ്ങളെ പ്രശംസിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ സത്യസന്ധരാണ്, നിങ്ങൾ നല്ല കർമ്മം മാത്രമാണ് ചെയ്തത്, നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ കള്ളം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിക്കുക. നിങ്ങൾ ന്യായത്തിൻ്റെ ഭാഗത്തല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നിങ്ങളെക്കുറിച്ച് മോശം പറയുന്ന ആൾക്കാർ നാളെ നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും. ഇന്ന് നിങ്ങൾക്ക് പ്രശംസ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് ഒത്തിരി നിന്ദകൾ ലഭിച്ചിട്ടുണ്ടാകും. ഇവിടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ന്യൂട്രൽ ആവുക. അതായത് നിന്ദ കിട്ടിയാലും പ്രശംസ ലഭിച്ചാലും നിങ്ങൾ ന്യൂട്രലായിട്ട് പോവുക. ഇവിടെ മറ്റുള്ളവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നിങ്ങൾ ചില സമയം നിങ്ങളോട് തന്നെ ന്യായം കാണിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. നിങ്ങളുടെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു. ഇനി അതിലൊരു ചേഞ്ച് ഉണ്ടാവാൻ പോകുകയാണ്, ന്യായം ഉണ്ടാവാൻ പോകുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് അതിലെല്ലാം ഒരു മാറ്റം, ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ടൊരു മാറ്റം ഉണ്ടാകും. ഇവിടെ ഒരു റിക്കവറി നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിയറിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലൊരു ചേഞ്ച് ഉണ്ടാകും. ആ ഒരു സമയം നിങ്ങൾക്ക് 555ൻ്റെ എനർജി കാണാൻ സാധിക്കും. നമ്മുടെ ലൈഫിൽ ഒരു വലിയ പരിവർത്തനം വരുമ്പോഴാണ് ആ ഒരു നമ്പർ കാണാൻ സാധിക്കുന്നത്.
ചിലപ്പോൾ പോകെ പോകെ നിങ്ങളുടെ ലൈഫിൽ ഡയറക്ഷൻ പോലും മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഒരു ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രോബ്ലങ്ങളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന ഒരു ഡയറക്ഷൻ. ഇവിടെ ഭദ്രകാളി ദേവിയുടെ ഊർജം നല്ലതായിട്ട് ഫീൽ ആകുന്നുണ്ട്. ഏതോ ഒരു വ്യക്തി ഭദ്രകാളിയെ ഉപാസിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഭദ്രകാളിയെ ഭക്തിപൂർവ്വം വിളിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അമ്മയെ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു, ഇല്ലെങ്കിൽ ദുർഗാദേവിയുടെ കവചം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ എന്തായാലും ആ ഒരു അമ്മയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സമയം എന്ന് പറയുന്ന ശക്തിയുടെ ഒരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. സഡനായിട്ട് ഓരോ സ്ഥലത്ത് ഓരോന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത്ഭുതപ്പെടത്തില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. അത് പ്രകൃതിയുടെ ഒരു ഭാവമാറ്റമാണ്. കൂടാതെ ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്പിരിച്വൽ സമയമാണ്. അതായത് ഓരോ ആൾക്കാരെയും സ്പിരിച്വലായിട്ട് കൂടുതൽ അടുപ്പിക്കുന്ന സമയം. എത്ര വ്യക്തികളാണ് ഇപ്പോൾ ആത്മീയമായിട്ട് മാർഗത്തിൽ വന്നത്. മുന്നേ ആണെങ്കിൽ ആത്മീയ മാർഗത്തിൽ വരാൻ പല ആൾക്കാർക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരും ആത്മീയതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ട് ഗീവപ്പ് ചെയ്യാമെന്നുള്ള ആ ഒരു ഭാവത്തിലിരിക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണുന്ന ആ ഒരു ജേണി, നിങ്ങളുടെ ആ ഒരു ജേണി മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു ടേൺ നിങ്ങൾക്കുണ്ടാകും. ആ ഒരു ടേണിൽ നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ ഫേവറിൽ വരും. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആഴത്തിൽ നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സ്ഥിതിയിൽ സ്വയം നിങ്ങളെ തന്നെ ഹീലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകരുത്. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഹീലിംഗ് കൊടുക്കുക. നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ അടുത്തെത്തിയെന്ന്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ നെഗറ്റീവ് എനർജി നിങ്ങളെ കെട്ടിവച്ചൊക്കെയാണ്, അതിൽ നിന്ന് പുറത്തു വരാൻ സമ്മതിക്കാത്ത രീതിയിൽ. അതായത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് രണ്ട് രീതിയിലുള്ള ഉണ്ട്. അതായത് ഒന്ന് നെഗറ്റീവായിട്ടുള്ള വാക്കുകളും ഒന്ന് പോസിറ്റീവായിട്ടുള്ള വാക്കുകളും. നമുക്ക് ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള വാക്കുകളിൽ കൂടുതൽ ഒരു വിശ്വാസം തോന്നത്തില്ല. കൂടുതലും വിശ്വാസം നെഗറ്റീവായിട്ടുള്ള വാക്കുകൾക്കായിരിക്കും. അപ്പോൾ നമ്മൾ ആ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വിശ്വസിച്ച് ഇങ്ങനെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. പോസിറ്റീവായിട്ടുള്ളത് അടുത്ത് വന്നാലും നമ്മളതിനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, ടോട്ടലി ഇഗ്നോർ ചെയ്യുക. പോസിറ്റീവായിട്ട് എന്താണോ നമുക്ക് തോന്നുന്ന അതിനെ കൂടെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് ബലിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബലിക്കത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഉറപ്പായിട്ടും ബലിക്കും. പക്ഷേ നെഗറ്റീവാണ് നിങ്ങൾ കൂടുതലും എനർജി കൊടുക്കുന്നത്, പോസിറ്റീവിന് എനർജി കൊടുക്കുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ എനർജി കൊടുത്ത് അത് ഫലിക്കുമെന്നുള്ള രീതിയിൽ നിങ്ങൾ അത് വിചാരിച്ച് അഫർമേഷൻസ് പറയുക. ഒരു എത്ര കാലം നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് ചിന്തയ്ക്ക് കൂടുതൽ എനർജി കൊടുത്ത് മുന്നോട്ട് പോകും? എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ മുന്നിൽ ഒരു വഴിയുമില്ല, എല്ലാം അടഞ്ഞിരിക്കുകയാണ്, എൻ്റെ മുന്നിൽ ഒരു വലിയ മതിൽ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അതൊക്കെ മാറ്റൂ. അതിൽ ആ ഒരു ചിന്ത എല്ലാം മാറ്റൂ നിങ്ങൾ. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം, പ്രോസ്പാരിറ്റി അതെല്ലാം ലഭിക്കുന്നതാണ്. അബണ്ടൻസ് എല്ലാം ലഭിക്കുന്നതാണ്. ഒരു ആഗ്രഹം മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആഗ്രഹം നിങ്ങളുടേത് പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും സഡനായിട്ട് നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ആവും. അപ്പോഴാണ് ഒരുമിച്ച് ഒത്തിരി സന്തോഷങ്ങൾ നിങ്ങൾക്ക് പ്രാപ്തമാകുന്നത്. അതായത് ഒന്ന് നഷ്ടപ്പെട്ടിട്ട് ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷങ്ങൾ കിട്ടുന്നു. ഒരു ദുഃഖം അവസാനിക്കുന്നുണ്ടെങ്കിൽ ഒരു സന്തോഷം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുകയാണ്, ദൈവമേ എൻ്റെ ഒരാഗ്രഹമെങ്കിലും അങ്ങ് സാധിച്ചു തരുമോ എന്ന്. അപ്പോൾ ദൈവം പറയാണ്, നിൻ്റെ ഒരാഗ്രഹമല്ല കുറേ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തരുമെന്ന്. അങ്ങനെ ഒരു ഇതാണ് നിങ്ങൾക്ക് ആ ഒരു ലൈഫിലൊരു ടേൺ ഉണ്ടാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ആ തീരുമാനത്തിൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലായെങ്കിൽ നിങ്ങൾ ഇനിയാണ് തീരുമാനം എടുക്കാൻ പോകുന്നത് എങ്കിൽ അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലെങ്കിൽ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക്, അങ്ങനെ എന്തോ ഒരു ഇത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു, ഇന്ന് നിങ്ങൾക്ക് തെറ്റായി പോയി അതെടുത്തതെന്ന് തോന്നുന്നെങ്കിൽ നാളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു നല്ല വശം കാണാൻ സാധിക്കും. ഈ ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തതിലൂടെ നല്ലൊരു ശുഭകാര്യമായിട്ടുള്ള ഒരു പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഒരു പ്രോസ്പെരിറ്റി, നല്ല ചേഞ്ചസ്, നിങ്ങളുടെ ലൈഫിലൊരു ഗതി വരും.
ഒരു 369ഉം 5555ഉം നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ചേഞ്ചസ് കൊണ്ടുവരുവാൻ പോവുകയാണ്. ഈ ഒരു സമയത്തിൻ്റെ ആ ഒരു പരിണിത ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു മിറാക്കിൾ സംഭവിക്കുക തന്നെ വേണം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഒന്നും ആലോചിച്ചും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തോ ഒരു ഊർജ്ജം ഇപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ഒരു ഊർജ്ജം നിങ്ങളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. അതായത് ആ ഒരു എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ യൂണിവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രഹ്മാണ്ടമായിരിക്കാം. പോകെ പോകെ ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തി ഉണ്ട്, ആ ഒരു ശക്തി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പോകെ പോകെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിശ്വാസം വരും. അതിലൂടെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടെന്നൊരു മിറാക്കിൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതമാവും. ദൈവമേ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇതെങ്ങനെ ഇങ്ങനൊരു മിറാക്കിൾ സംഭവിച്ചു എന്ന്. അപ്പോൾ ഈശ്വരൻ്റെ ശക്തിയിൽ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കും. അപ്പോൾ ആത്മീയതയിലേക്ക് നിങ്ങൾ കൂടുതൽ പോകും. ഇനി ഇതിനൊക്കെ ഒരു ഉപായം, നിങ്ങളുടെ ഗ്രഹദോഷം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക്, അതായത് ഗ്രഹനിലയിൽ ഏതെങ്കിലും ഗ്രഹം മോശം അവസ്ഥയിലാണെങ്കിൽ അത് മാറാൻ വേണ്ടി നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം 2 പൊതിച്ചോറ് അല്ലെങ്കിൽ 1 പൊതിച്ചോറ് ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അത് നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള ദോഷങ്ങൾ മാറാൻ നല്ലതാണ്. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് ആവശ്യമുള്ളവർ കൊടുക്കുന്നെങ്കിൽ അവരത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം അത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും വലിയ ഉപായം ഉണ്ടെങ്കിൽ അതാണ്. അതായത് വിശന്നിരിക്കുന്ന ആൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു ഉപായം വേറെ ഒരു ഉപായത്തിൻ്റെയും അടുത്ത് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മാസം 1-2 പേർക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു എന്തെങ്കിലും ഒരു ആഹാരം നിങ്ങൾ വാങ്ങിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സമയം നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നതാണ്. കാരണം വിശന്നിരിക്കുന്ന ആൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ പ്രകൃതി നമ്മളിൽ ഭയങ്കരമായിട്ട് അനുഗ്രഹം ചൊരിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 6-9ൻ്റെ ആ ഒരു എനർജി ബാലൻസ് കൊണ്ടുവരികയാണ് നിങ്ങളുടെ ലൈഫിൽ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ ഉണ്ടാവുകയാണ്. ഇനി നിങ്ങളുടെ ഇമേജ് മോശമാവത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ ഓറ എപ്പോഴും ബാലൻസാക്കി വയ്ക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.